മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. മെയ് 22 വേൾഡ് പ്രീ എക്ലാംസിയ ഡേ ആണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ വരുന്ന BP കൂടുതൽ, അതായത് അമിതമായ രക്തസമ്മർദ്ദത്തിന് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. ഇത് തന്നെ ആന്തരിക അവയവങ്ങളെ അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിനെ പ്രീ എക്ലാംസിയ എന്ന് പറയും. ഈ പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. 20% മാതൃമരണങ്ങൾക്ക് കാരണമാകാറുള്ളത് നമ്മുടെ നാട്ടിൽ പ്രീ എക്ലാംസിയ കാരണമാണ്. അപ്പോൾ ഈ പ്രീ എക്ലാംസിയ വരുമോ അല്ലെങ്കിൽ BP കൂടാൻ പ്രഗ്നൻസിയിൽ സാധ്യതയുണ്ടോ എന്ന് നേരത്തെ അറിയാനായിട്ട് ഇപ്പോൾ 3-ാം മാസം സ്കാനിൻ്റെ കൂടെ തന്നെ ടെസ്റ്റിംഗ് ഉണ്ട്. അതായത് 11-14 ആഴ്ചയ്ക്കിടയിൽ ഗർഭിണികൾ ചെയ്യുന്ന സ്കാനിൽ ഈ പ്രീ എക്ലാംസിയ റിസ്ക്കും കൂടെ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഇനി അങ്ങോട്ടുള്ള ഗർഭകാലത്ത് BP കൂടാനും പ്രീ എക്ലാംസിയ വരാനും സാധ്യതയുണ്ടോ എന്നറിയാം. അപ്പോൾ ആ ടെസ്റ്റിങ്ങിൽ റിസ്ക് ഹൈ ആണെന്ന് വന്നു കഴിഞ്ഞാൽ പൊതുവെ ഡോക്ടേഴ്സ് ആസ്പിരിൻ ഗുളിക തുടങ്ങുകയാണ് ആദ്യം ചെയ്യുന്ന കാര്യം. അല്ലാതെ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സ്ഥിരമായി പേഷ്യൻസും ഹസ്ബൻഡ്സും ഒക്കെ ചോദിക്കാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരു പരിധി വരെയൊക്കെ BPയുടെ കാഠിന്യം കുറയ്ക്കാനോ അല്ലെങ്കിൽ BP വരുന്നതിനെ തള്ളി നീക്കാനോ ഇതൊക്കെ സഹായിച്ചേക്കാം. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് തന്നെയാണ്. ഡയറ്റിൽ നമ്മൾ പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം എന്നിങ്ങനെ സാധനങ്ങൾ അടങ്ങിയത് കൂടുതലായി കഴിക്കാൻ ശ്രമിക്കണം. ഇത് മെയിൻലി നമ്മൾ കഴിക്കുന്ന സാധാരണ പഴങ്ങൾ, അതായത് ബനാന, പിന്നെ വാട്ടർമെലൺ, ചീര, കാഷ്യൂ നട്ട്സ്, ബദാം, അവക്കാഡോ, ഇങ്ങനത്തെ ഫ്രൂട്ട്സ്, നട്ട്സ്, പിന്നെ പാലുൽപ്പന്നങ്ങൾ, റാഗി, മിൽക്ക് പ്രോഡക്ട്സ്, പനീർ, ചീസ് പോലത്തെ പ്രോഡക്ട്സ്, ഇതെല്ലാം ഇത്തരം ഫുഡുകൾ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എല്ലാം അടങ്ങിയതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിൻ്റെ ഇൻടേക്ക് കുറച്ച് കുറയ്ക്കണം. അതായത് എക്സ്ട്രാ ഉപ്പിട്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഒഴിവാക്കണം. ഉപ്പിട്ട് മോര് കുടിക്കുക, ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക എന്നുള്ളതൊന്നും BPക്ക് റിസ്ക് ഉള്ള ഒരാൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അച്ചാറ്, ഉപ്പിലിട്ടത്, പപ്പടം, ചിപ്സ്, അങ്ങനെ ഉപ്പ് എക്സ്ട്രാ ഉള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ശ്രമിക്കുക. സാധാരണ നമ്മുടെ കറിയിലുള്ള ഉപ്പൊക്കെ കഴിക്കാവുന്നതാണ്, അല്ലാണ്ട് ഉപ്പില്ലാണ്ട് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഡയറ്റ് നോക്കേണ്ടത്. ഈ ഒരുപാട് എണ്ണയിൽ വറുത്തതും എണ്ണയിൽ കുളിച്ചതുമായിട്ടുള്ള സ്നാക്സൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് കൊഴുപ്പടങ്ങിയ റെഡ് മീറ്റ് കഴിക്കുന്നതും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമതായി ചെയ്യാവുന്നത് എക്സസൈസാണ്. ഈ BP വരാൻ റിസ്ക് ഉള്ളവർ, പ്രത്യേകിച്ചും വണ്ണം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഡെയിലി നടക്കുന്നതോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യുന്നതോ ഒക്കെ നല്ലതായിരിക്കും. സ്ട്രെച്ചിങ് എക്സസൈസസ് എന്ന് പറയുമ്പം സ്ട്രെച്ചസ് ആയിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ യോഗയായിട്ട് ചെയ്യാം. യോഗ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രീനേറ്റൽ ട്രെയിനറിനെ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഡെയിലി 20 to 30 മിനിറ്റ്സ് അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബ്രീതിങ് എക്സസൈസസ്, മെഡിറ്റേഷനൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും മറ്റു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ രക്തസമ്മർദ്ദം കൂടാതിരിക്കാൻ, അതായത് ജോലിയിലെ പ്രഷറോ വീട്ടിലെ പ്രശ്നങ്ങളോ, അതിനൊക്കെ കുറച്ച് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് പറയേണ്ടത് ഉറക്കത്തിനെ കുറിച്ചാണ്. ഒരു 20 ആഴ്ച കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഇടതുവശം ചരിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. മലന്ന് കിടക്കുന്നത് അത്ര സേഫ് ആയിരിക്കില്ല. ഉറങ്ങുന്നതിന് കൃത്യമായിട്ടുള്ളൊരു നിഷ്ഠ വയ്ക്കുക. അതായത് ഒരു ഉറങ്ങാനൊരു സമയം, ഉണരാനൊരു സമയം എന്നുള്ളത് ഡെയിലി അങ്ങനെ തന്നെ പാലിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിച്ചാൽ വളരെ നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കുടുംബത്തിൻ്റെയും കൂടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗർഭിണിക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി വരെയും നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. വൺസ് BP ആയിക്കഴിഞ്ഞാൽ മരുന്ന് തന്നെയാണ് BPക്ക് എടുക്കേണ്ടത്. അത് മരുന്ന് കറക്റ്റായി എടുക്കുകയും BP കൺട്രോൾ ആക്കുകയും ചെയ്യേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഗർഭിണി പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അഡ്മിഷനൊക്കെ വേണ്ടി വരുന്ന, ഇഞ്ചെക്ഷൻസൊക്കെ വേണ്ടി വരുന്ന കുറച്ചുകൂടെ സീരിയസ് കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഡയറ്റിനെയും എക്സസൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല.